Hi dear students, next question number 18. Assertion reason type question ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെട്ടത്. വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഓൺ മൂവിംഗ് ചാർജ് ഓൺ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഇസ് ഓൾവേസ് സീറോ. നമുക്ക് ഒരു സർഫസിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താ? ഒരു ഇലക്ട്രിക് ഫീൽഡിലെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഒരു പോയിന്റ് നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുക, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ആക്ച്വലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. വർക്ക് ഡൺ ഇസ് നത്തിങ് ബട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വർക്ക് ഡൺ ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രത്യേകത എന്താ? എല്ലാ പോയിന്റിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. എല്ലാ പോയിന്റിലെ പൊട്ടൻഷ്യലും സെയിം ആണെങ്കിൽ പിന്നെ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോ ആണെങ്കിൽ വർക്ക് ഡണ്ണും സീറോ. അല്ലാതെ തന്നെ നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഈസ് സീറോ എന്നത്. അപ്പൊ അസേഷൻ ശരിയാണ്. റീസൺ നോക്കാം. ഇലക്ട്രിക് lines of force, field lines are always perpendicular to the equipotential surface. അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പൊ എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സർഫസ് കൺസിഡർ ചെയ്താൽ ഈ സർഫസിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആണ്. ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഒക്കെ സെയിം ആണ്. പക്ഷേ ഇവിടെ ഈ ഒരു പോയിന്റ് എടുത്താൽ അടുത്ത ഇവിടെ ഒരു പോയിന്റ് എടുത്താലോ അത് ആദ്യത്തെ പോയിന്റിനേക്കാൾ അല്പം മുന്നിലാണ്. അപ്പൊ എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ കുറയുക ചെയ്യുക. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ആ ലൈനിന്റെ മുകളിൽ ഒരു കുറേ പോയിന്റുകൾ എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു സർഫസ് എടുത്താൽ അത് മറ്റൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ ഞാനൊരു ചാർജിനെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ദിസ് ഇസ് പോയിന്റ് നമ്പർ 1, ദിസ് ഇസ് പോയിന്റ് നമ്പർ 2. അപ്പൊ ആ ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇലക്ട്രിക് ഫീൽഡ് അതിന് ആ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലൂടെയാണ് നമ്മൾ ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അപ്പോഴാണ് വർക്ക് ഡൺ സീറോ ആവുക. അപ്പൊ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിലൂടെ ചാർജ് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ആ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തുള്ളത്? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അപ്പൊ ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന്, ചാർജ് മൂവ് ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഒരു പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഫോഴ്സ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഒന്നുകിൽ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. രണ്ടായാലും ഫീൽഡിന് അലോങ് ആയിട്ടാണ് എന്തുണ്ടാവുക? ഫോഴ്സ് ഉണ്ടാവുക. ഫീൽഡ് ചാർജ് മൂവ് ചെയ്യുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് വെച്ചാൽ ചാർജിന്റെ ഡിസ്പ്ലേസ്മെന്റിന് പെർപെൻഡിക്കുലർ ആണ് ഫീൽഡ്. അപ്പൊ ചാർജിന്റെ ഡിസ്പ്ലേസ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും അനുഭവപ്പെടുക. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ പിന്നെ വർക്ക് ഡൺ സീറോ ആണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ റീസൺ എന്ന് പറയുന്നത് അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. സോ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. അപ്പം ബോത്ത് assertion and reason are correct, and reason is the correct explanation of assertion. That is option 4 is the right answer.